ഹലോ ഫ്രണ്ട്സ്, അകലെ ലേറ്റസ്റ്റ് റിവ്യൂ. പത്മാവതി പ്രതാപനോട് പറയാം, വർമ്മ സാറിൻ്റെ മകള് ലോകത്തെന്തിനേക്കാളും അധികം സാറിനെ സ്നേഹിക്കുന്നെന്ന് എനിക്ക് മനസ്സിലായ കാര്യമാണ്. ഇപ്പോഴെൻ്റെ ജീവിതത്തിൽ എന്നെ മുന്നോട്ട് നയിക്കുന്ന ശക്തി എൻ്റെ മകളാണ്. അവളെടുക്കുന്ന തീരുമാനങ്ങൾ കേട്ട് ശരിക്കും ഞാൻ അത്ഭുതപ്പെടുക. വീണ് കിടക്കുമ്പോൾ കൈ തരുന്നവരാണ് യഥാർത്ഥ സുഹൃത്തുക്കളെന്ന് ചില മഹാന്മാർ പറഞ്ഞിട്ടില്ലേ? എൻ്റെ മകളിപ്പോൾ എന്നെക്കുറിച്ച് മാത്രം ചിന്തിക്കുകയും എനിക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കുകയും ഊണിലും ഉറക്കത്തിലും എനിക്ക് വേണ്ടി എൻ്റെ വിജയത്തിന് വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുക. ഋതികയും രാജ്യം എനിക്ക് വേണ്ടി ഇതൊക്കെ ചെയ്യുന്നത് കാണുമ്പോൾ, അവരുടെ സംരക്ഷണം ഞാൻ അനുഭവിക്കുമ്പോൾ ഇതിനൊക്കെ ഞാൻ അർഹനാണോ എന്നൊരു വല്ലാത്ത ഗിൽറ്റി ഫീലിംഗ്. അയ്യോ, അതെന്തിനാ സാറേ? ഞാനിതൊക്കെ എങ്ങനെയാ പവിത്രയോട് പറയുന്നത്? എനിക്ക് ശരിക്കും എൻ്റെ മകളെ ഒരു അച്ഛൻ്റെ സ്ഥാനത്തോ സ്നേഹിക്കാനോ ലാളിക്കാനോ ഒരിക്കലും കഴിഞ്ഞിട്ടില്ല. അവളുടെ ആഗ്രഹങ്ങളെക്കുറിച്ചോ ആവശ്യങ്ങളെക്കുറിച്ചോ മനസ്സിലാക്കാൻ ഒരു ശ്രമം പോലും എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. പക്ഷെ എൻ്റെ മോൾ എനിക്ക് വേണ്ടി ചെയ്യുന്നതൊക്കെ കാണുമ്പോൾ, സാറ് പറയുന്നതൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല. സാറ് പറയുന്ന കാര്യങ്ങളൊന്നും ആ കുട്ടി എന്നോട് പറഞ്ഞിട്ടുമില്ല. പിന്നെ എനിക്ക് തോന്നുന്നത് ഒരു ജനപ്രതിനിധി എന്ന പേരിൽ തൻ്റെ മകളെ ശ്രദ്ധിക്കാൻ സമയം ഇല്ലാതായതായിരിക്കും കാരണം. ആ കുട്ടിക്ക് അതൊരു പ്രശ്നമായിട്ട് തോന്നിയിട്ടേ ഉണ്ടായി കാണില്ല. സാറ് പിന്നെ എന്തിനാ വിഷമിക്കുന്നത്? സാറൊരു സുഹൃത്തായി എന്നെ കാണുന്നുവെന്ന് പറഞ്ഞതുകൊണ്ട് ആ സ്വാതന്ത്ര്യത്തിൽ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? സിസ്റ്റർ പവിത്രയ്ക്ക് എന്തും എന്നോട് ധൈര്യത്തോടെ ചോദിക്കാം. സാറ് ശരിക്കും എങ്ങനെയാണ് ജീവിതത്തിൽ ഒറ്റപ്പെട്ടത്? ഞാൻ ചോദിക്കുന്നത് ഋതിക മേഡത്തിൻ്റെ അമ്മയെക്കുറിച്ചാണ്. ഇത്രയും നല്ലൊരു അച്ഛൻ്റെ മകളുടെ ഇടയിൽ ഉണ്ടാവേണ്ട ഭാഗ്യവതിയായ ആ സ്ത്രീയെക്കുറിച്ച് അറിയാൻ എനിക്ക് ആഗ്രഹമുണ്ട്. പ്രതാപൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല സിസ്റ്റർ പവിത്ര അങ്ങനെ ചോദിക്കുന്നു. പ്രതാപൻ്റെ ഉത്തരം മുട്ടി. പെട്ടെന്ന് പ്രതാപൻ ഇങ്ങനെ മിണ്ടാതെ നിൽക്കുക. പത്മ, ഹലോ സാർ, എന്തു പറ്റി? അത് സിസ്റ്റർ പവിത്ര, എനിക്ക് പെട്ടെന്നൊരു കോള് വരുന്നുണ്ട്, വളരെ മുഖ്യമായ ഒരു കോളാണ് എന്നും പറഞ്ഞ് പ്രതാപൻ ഒഴിഞ്ഞു മാറുവാണ്. ഞാൻ അങ്ങോട്ട് വിളിക്കാം എന്നും പറഞ്ഞ് പ്രതാപൻ പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്യുവാണ്. പത്മ എന്തെങ്കിലും തന്നെക്കുറിച്ച് പറയുമായിരിക്കും എന്നുള്ള പ്രതീക്ഷയോടെ നിന്നതാണ്. പത്മയും ആകെ സങ്കടത്തിൽ എങ്ങനെ നിൽക്കുമ്പോൾ സുജാത വന്നിട്ട് ചോദിക്കുന്നു, എന്തു പറ്റി ചേച്ചി? വിചാരിച്ചതുപോലെ എൻ്റെ കയ്യിൽ നിന്നില്ല സുജാതെ. എനിക്ക് പത്മാവതിയെക്കുറിച്ച് പ്രതാപേട്ടനോട് ചോദിക്കേണ്ടി വന്നു. എൻ്റെ ഈശ്വര, എന്നിട്ട് എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ മറുപടി? മൗനം, അല്ലാതെ എന്താകാന്. അങ്ങനെ ഇലക്ഷൻ പ്രചരണത്തിൻ്റെ ഭാഗമായി പ്രതാപനും രാജുവും ഋതികയും കുറെ ആൾക്കാരെല്ലാം കൂടി ഇങ്ങനെ റോഡ് സൈഡിലുള്ള കടകളിലും റോഡിൽ കൂടെ പോകുന്നവരോടൊക്കെ ഇങ്ങനെ പ്രതാപൻ തൊഴുതുകൊണ്ട് ഇലക്ഷനെ കുറിച്ച് പറയുന്നുണ്ട്. അങ്ങനെ പല സ്ഥലത്തും ഇലക്ഷന് നിൽക്കുന്ന സ്ഥാനാർത്ഥികളുടെയൊക്കെ പോസ്റ്റർ ഒട്ടിക്കുന്നുണ്ട്. ദീപകിൻ്റെ ഒട്ടിക്കുന്നുണ്ട്, പ്രതാപൻ്റെ ഒട്ടിക്കുന്നുണ്ട്, ശ്രീലക്ഷ്മിയുടെയും ഒട്ടിക്കുന്നുണ്ട്. വികസനം വെറും വാക്കല്ല അനന്തമ്പിള്ളയുടെ പോസ്റ്ററിലൊക്കെ എഴുതിയിട്ടുണ്ട്. അങ്ങനെ അവരെല്ലാവരും മത്സരിച്ച് ഓരോരുത്തരെയും തൊഴുത് വോട്ട് ചോദിക്കുവാണ്. അങ്ങനെ ഓരോ കടകളും കയറി ഇറങ്ങി അവരിങ്ങനെ വോട്ട് ചോദിച്ചുകൊണ്ട് വരുമ്പോൾ എതിർ സൈഡിൽ ദീപക്കും അനന്തമ്പിള്ളയും ശ്രീലക്ഷ്മിയും എല്ലാം പ്രതാപൻ്റെ അടുത്തോട്ട് വരുന്നുണ്ട്. ദീപക്ക് പെട്ടെന്ന് ഓടി വന്ന് നാട്ടുകാർ കാണാനായിട്ട് പ്രതാപൻ്റെ കാലിൽ വീണ് തൊട്ട് തൊഴുത് അനുഗ്രഹം മേടിക്കുന്ന പോലൊക്കെ കാണിക്കുന്നുമുണ്ട്. അനന്തമ്പിള്ളയാണെങ്കിൽ അവൻ്റെ കാറിൽ ഒരു പെട്ടി നിറയെ നോട്ടുകെട്ടുകൾ വെച്ചിരിക്കുകയാണ്. അത് ജയൻ്റെ കയ്യിൽ കൊടുക്കുന്നുണ്ട്. അത് ഓരോ വീടുകളിലും കൊണ്ട് കൊടുക്കാനായിരിക്കും. ആ ദീപക്കാണെങ്കിൽ അനന്തമ്പിള്ളയുടെ പോസ്റ്റർ എവിടൊക്കെ ഉണ്ടോ അതെല്ലാം കീറിക്കളഞ്ഞിട്ട് അവൻ്റെ പോസ്റ്റർ ഒട്ടിക്കുവാണ്. വല്ലവളയും പറ്റിച്ച 10 ലക്ഷം രൂപ കൊച്ചമ്മയുടെ കയ്യിലുണ്ടല്ലോ. കൊച്ചമണി പറയും, ഇന്ന് എന്തായാലും പുറത്തുനിന്ന് പോകണം. കശുവണ്ടി, ഈന്തപ്പഴവും ബദാമും പിസ്തയൊക്കെ തീർന്നു. അത്തിപ്പഴവും അവക്കാടോയാണെങ്കിൽ ഇന്നലെ തീർന്നു. ഇതൊക്കെ എന്താണെന്ന് പോലും അറിയാത്ത കൊച്ചമണി നാട്ടുകാരെ പറ്റിച്ച കാശ് കൊണ്ട് വാങ്ങിച്ചിതൊക്കെ കഴിക്കുവാണ്. ആ അപരയായി തരികിട കാണിച്ചതിൻ്റെ പൈസ ആ പുതിയ പെട്ടിയിലിരിക്കുക. ഒരു ജോഡി സ്വർണ്ണപാദസരവും ഒരു ബ്രേസ്ലെറ്റും കൂടെ വാങ്ങിച്ചിരുന്നു. കൊച്ചമണി ആ പെട്ടി അന്വേഷിക്കുവാണെന്ന് ആ സമയത്ത് പ്രിയ ജനലിൽ കൂടെ നോക്കുന്നു. ഈ തള്ള എന്താ കഥകളി കളിക്കുന്നത്? എന്തോ കള്ളലക്ഷണം ഉണ്ടല്ലോ. കൊച്ചമണി പെട്ടെന്ന് കഥ കടച്ചിട്ട് കട്ടിലിനടിയിൽ നിന്ന് ബോക്സ് എടുത്ത് തുറക്കുവാണ്. പ്രിയ അത് കണ്ട് ഹാന്ന് വാ തുറക്കുക. ബോക്സ് എന്നറിയാൻ നോട്ടുകെട്ടുകൾ. കൊച്ചമ്മണി അതിൽ നിന്നൊരു നോട്ടുകെട്ട് എടുത്തിട്ട് പറയുക, ഈ ഇലക്ഷൻ കാലത്ത് ഇങ്ങനെയൊക്കെയുള്ള വേലകളുണ്ടെന്ന് ഇപ്പോഴല്ലേ അറിയുന്നത്. പ്രിയയാകെ അന്തം വിട്ട് നിൽക്കുമോ. എൻ്റെ ദൈവമേ, കെട്ടുകണക്കിന് നോട്ടുകെട്ട്. ഇവർക്കിനി വല്ല കള്ളനോട്ടടിയുണ്ടോ? ഇനിയും നോക്കി നിൽക്കാൻ വയ്യ. പ്രിയ പെട്ടെന്ന് ആ കഥ അങ്ങോട്ട് തുറന്നങ്ങോട്ട് ചെന്ന് കൊച്ചമ്മനോട് ചോദിക്കേ, നിങ്ങൾക്ക് എവിടുന്ന ഇതിന് മാത്രം കാശ്? അയ്യോ, കാശോ? കാശല്ലാതെ പിന്നെ എന്തോ തള്ള, ഇത് കക്കയാണോ? ഈ കാശ് എനിക്ക് ആവശ്യമുള്ളതാ. ഇത് എവിടുന്ന് കിട്ടിയെന്നാ എനിക്ക് അറിയേണ്ടത്. ഇത് എവിടുന്ന് കിട്ടിയെന്നൊന്നും നിന്നെ ബോധ്യപ്പെടുത്തേണ്ട കാര്യം എനിക്കില്ലടി. നീ ആരാടി ഇതൊക്കെ ചോദിക്കാൻ? പൊടി അവിടുന്ന്. എനിക്ക് അറിഞ്ഞേ പറ്റൂ. എന്തായാലും നേരാവണ്ണം നിങ്ങൾക്ക് കിട്ടിയ കാശാണെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ഞങ്ങളുടെ വീട്ടിൽ പോലീസ് വന്ന് വളഞ്ഞ് നിങ്ങളെ തൂക്കിയെടുത്തോണ്ട് പോകുന്നത് കാണാൻ ഞങ്ങൾക്ക് ഇഷ്ടമല്ല. നിങ്ങളെ പോലീസ് വന്ന് പിടിച്ചോണ്ട് പോകുന്നതൊക്കെ എനിക്ക് ഇഷ്ടമാണ്, പക്ഷെ അത് ഇവിടെ വെച്ച് വേണ്ട. വേണുവെട്ടന് രാധമേ ആ ശബ്ദം കേട്ടിട്ട് അങ്ങോട്ട് വരുക. വേണുവെട്ടൻ ചോദിക്കുന്നു, എന്താടി പ്രിയ ഇവിടെ ഒരു ഒച്ചപ്പാട്? അച്ഛാ, ഇങ്ങോട്ടൊന്ന് നോക്കിക്കേ. ദാണ്ട് ഇവരുടെ കയ്യിലിരിക്കുന്ന പെട്ടി നിറയെ നോട്ടുകളാ. ഇത് എവിടുന്ന് കിട്ടിയെന്നാ ഞാൻ ചോദിച്ചത്.
എൻ്റെ ദൈവമേ, ഞാനൊരു കാശുകാരിയാകാൻ ഇവർ സമ്മതിക്കത്തില്ലയോ? വേണുവേട്ടൻ ഉടനെ ചോദിക്കുക, നിങ്ങൾ കാശുകാരിയാകുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ, പക്ഷേ ഈ കാശ് നിങ്ങൾക്ക് എവിടെ നിന്നാണ് കിട്ടിയെന്നാണ് ഞങ്ങൾക്ക് അറിയേണ്ടത്. പച്ചമണി ഉരുണ്ട് കളിക്കുക. ഇതേ ഞാൻ ദുബായിൽ നിന്ന് കൊണ്ടുവന്നതാ. വേണ്ട തള്ളേ, നിങ്ങൾ ദുബായിൽ നിന്ന് പർദ്ദയൊക്കെ ഇട്ട് ഇങ്ങോട്ട് വന്നപ്പോൾ ഈ പെട്ടി നിങ്ങളുടെ കയ്യിലില്ലായിരുന്നു. ഇതൊരു പുത്തൻ പെട്ടിയാണ്. സത്യം പറ, ഈ കാശ് നിങ്ങൾ എവിടെ നിന്ന് അടിച്ചെടുത്ത്? ഞാൻ എന്താ കൊള്ളക്കാരിയാണോ കാശ് അടിച്ചെടുക്കാൻ? നിങ്ങൾ കാശിന് വേണ്ടി എന്ത് അക്രമവും ചെയ്യും. അതുകൊണ്ടാണ് എൻ്റെ മോൾ അങ്ങനെ ചോദിച്ചത്. സമാധാനപ്രാവായ രാധമ്മ പറയാം, അമ്മേ സത്യം പറയമ്മേ, അപ്പോൾ പ്രശ്നം തീരുമല്ലോ. കള്ളി കൊച്ചമ്മണി സത്യം പറയാ, ഇതേ എൻ്റെ മൻസൂരി എനിക്കൊരു സന്തോഷത്തിന് വേണ്ടി തന്നതാ. ശരി, ഇത് മൻസൂരി തന്നെന്ന് തന്നെ ഇരിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ ദീർഘമായിരിക്കില്ലേ? ഇന്ത്യൻ മണി എങ്ങനെ വന്നു? ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ഞനം കുത്തുന്ന പോലെ പെട്ടെന്ന് കൊച്ചമ്മണി പറയാം, നീ ആരാടി വലിയ പോലീസുകാരിയെ പോലെ എന്നെ ചോദ്യം ചെയ്യാൻ? ഞാൻ നിന്റെ ബഹുമാനപ്പെട്ട അമ്മായിയമ്മയാണ്. നീയേ എൻ്റെ അമ്മായിയമ്മയൊന്നും ആകാൻ നോക്കരുത്, പറഞ്ഞു കേട്ടല്ലോ. എൻ്റെ കാശ് ഇവിടെ ഇരിക്കുന്ന നിങ്ങൾക്ക് കണ്ണുകടിയാണെങ്കിലേ ഞാൻ കൊണ്ടുപോയി ബാങ്കിലിട്ടോളാം. അരിയും തിന്ന് ആശാരിച്ചയും കടിച്ചിട്ട് പട്ടിക്കാ മുറുമുറുപ്പെന്ന് പറയുന്ന പോലെ കൊച്ചമ്മണി പറയാം, നിന്റെ അച്ഛനും അമ്മയ്ക്കൂടെ ഉപദേശം തന്നേക്കാം, മക്കളെ ചൊവ്വേ നേരെ വളർത്തണം, പറഞ്ഞു കേട്ടല്ലോ. അംബികയും മകൻ ദീപക് കൂടെ കാണുക. ദീപക് പറയാം, അമ്മേ അനന്തനെങ്കിൽ വലിയ വാശിയില്ല, കോടിക്കണക്കിന് രൂപയാണ് വാരി എറിയുന്നത്. ഞാൻ ജയിക്കുമെന്നുള്ള കാര്യത്തിൽ അമ്മേ ഒരു സംശയവും വേണ്ട. എൻ്റെ മോനെ നീ ജയിക്കും, നീ ജയിക്കാനല്ലേ ഈ അമ്മ പ്രാർത്ഥിക്കുന്നത്. അത് തന്നെയുമല്ല, എൻ്റെ മകനാണെങ്കിൽ ഇപ്പൊ നല്ല സമയമാ. എൻ്റെ മോന് ശുക്രദശ. അമ്മ അപ്പൊ വല്യമ്മാവന് അവന് കണ്ടകശനിയാ. കണ്ടകശനി കൊണ്ടേ പോവും. ഈ ഇലക്ഷൻ കഴിയുമ്പോൾ അവൻ തോക്കുമ്പോഴേ നാണക്കേട് കൊണ്ട് അവൻ അങ്ങ് ആത്മഹത്യ ചെയ്യും. അമ്മേ ഞാൻ ജയിച്ച് മന്ത്രിയായ ഉടനെ തന്നെ ഞങ്ങളുടെ കല്യാണം നടത്തിയേക്കണമെന്ന് അമ്മ അങ്കിളിനോട് പറഞ്ഞേക്കണേ. അത് നീട്ടിക്കൊണ്ട് പോകല്. സത്യപ്രതിജ്ഞ കഴിഞ്ഞാൽ ഉടനെ നടത്താൻ മോനെ. അവരങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ എതിർവശം നോക്കുമ്പോൾ പ്രതാപൻ്റെ പോസ്റ്റർ. അംബിക ദേഷ്യത്തോടെ അവൻ്റെ ഒരു പോസ്റ്റർ മോനെയും വിളിച്ചുകൊണ്ട് പോയി ആ പോസ്റ്റർ രണ്ടുപേരോട് ഇങ്ങനെ വലിച്ച് കീറുവാണ്. എന്തായാലും അമ്മേ ഇവിടെ CCTV ക്യാമറ ഇല്ലാത്തത് വലിയ ഭാഗ്യം. പ്രതാപനും രാജുവും ശേഖരനും എന്തൊക്കെയോ ഇലക്ഷൻ്റെ കാര്യം നോക്കുക. കൂട്ടത്തിൽ അംബികയും വന്ന് ഇരിപ്പുണ്ട്. അപ്പോൾ ഋതിക ചായയും കൊണ്ട് വരുന്നു. എല്ലാവർക്കും ചായ കൊടുത്തിട്ട് ലാസ്റ്റ് അംബികയ്ക്കും കൊടുക്കുന്നുണ്ട്. അംബിക ഇങ്ങനെ ഋതികയെ തന്നെ നോക്കി നിൽക്കുക. ഋതിക മനസ്സിൽ പറയാം, ശത്രുവ എങ്കിലും നീ ചായ കുടിച്ചോ. അംബിക ചായ എടുക്കാതെ ഇങ്ങനെ നോക്കി നിൽക്കുക. അപ്പോൾ ശേഖരൻ പറയാം, മറ്റുള്ളവരെ പോലെ വിഷമൊന്നും ഋതുമോള് കലക്കി തരില്ല ചേച്ചി. ഋതുമോളുടെ സിരകളിൽ കൂടി ഓടുന്നത് ചേട്ടൻ്റെ രക്തവാ. എൻ്റെ മോളോടുള്ള പകയും വൈരാഗ്യം ഇനിയും തീർന്നില്ലേ ചേച്ചി? കോഫി വാങ്ങിച്ച് കുടിക്കുക ചേച്ചി. ആ മണഗുണാഞ്ചൻ പ്രതാപൻ പറയുക. അയ്യോ എനിക്ക് വൈരാഗ്യമൊന്നും ഇല്ല പ്രതാപ. ഇവളെനിക്ക് കോഫി കൊണ്ടുവന്ന് നീട്ടിയപ്പോൾ ഞാനൊന്ന് അമ്പരന്ന് പോയതാ. തന്തയെ ഉപദേശിക്കാനും രാഷ്ട്രീയത്തിലെ വലിയ ഉപദേശങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്ന ബുദ്ധിജീവിയായ ഋതിക എല്ലാ കാര്യങ്ങളും സംസാരിക്കുന്നത് അംബികയെ വെച്ചോണ്ട് തന്നെ. പ്രതാപന്റെ കാര്യം പോട്ടെ, ഈ അംബിക ആരാണെന്ന് ഋതികയ്ക്ക് അറിയാവല്ലോ. ഋതിക പറയുക, ഇലക്ഷൻ വിജയകരമാക്കാന് ഞാനൊരു പ്രചരണ യാത്ര പ്ലാൻ ചെയ്തത്. അത് അച്ഛന് വലിയ ക്ഷീണമായി അല്ലേ? ഈ കാറിൽ മാത്രം സഞ്ചരിച്ച് നടപ്പ് തീരെ കുറഞ്ഞില്ലേ മോളെ? അതുകൊണ്ട് നടന്നപ്പോൾ മസിലിനൊക്കെ ഒരു പിടുത്തം. അത് സാരമില്ലച്ചാ, ഞാൻ തിരുമ്മിത്തരാം എന്ന് പറഞ്ഞ ഋതിക പെട്ടെന്ന് താഴെ ഇരുന്നോണ്ട് പ്രതാപന്റെ കാലിങ്ങനെ അമക്കി കൊടുക്കുവാണ്. അംബികയുടെ വക എന്തെങ്കിലും ഒന്ന് പറയണ്ടേ? പ്രതാപ, ചൂട് പിടിക്കുന്നത് നല്ലതാ. അച്ഛാ അന്നാ ഞാൻ വെള്ളം ചൂടാക്കി തോർത്തുമായിട്ട് വരാം, ചൂട് പിടിച്ച. മോളെ അതൊന്നും വേണ്ട, മോൾ ഇവിടെ ഇരിക്കി. തൽക്കാലം മോള് എൻ്റെ കാലൊന്ന് തിരുമിയാൽ മതി. പ്രചരണയാത്ര എങ്ങനെയുണ്ടായിരുന്നു? വിജയകരമായിരുന്നോ ചേട്ടാ? അതെന്ത് ചോദ്യവാ ശേഖര, 100% വിജയകരമായിരുന്നു. പ്രതാപ മോനെ, എല്ലാ മണ്ഡലങ്ങളും കവർ ചെയ്തോ? അതിന് മറുപടി പറഞ്ഞത് രാജുവ. എല്ലാ മണ്ഡലങ്ങളിലും പോയി, എല്ലാ മണ്ഡലങ്ങളിലും നല്ല റെസ്പോൺസായിരുന്നു. എൻ്റെ ദൈവമേ, എൻ്റെ ശരീരം കൊണ്ട് ഞാൻ ഇവിടെയാണെങ്കിലും എൻ്റെ മനസ്സുകൊണ്ട് ഞാൻ എൻ്റെ മോൻ്റെ കൂടെ ആണല്ലോ. ഈ പ്രചരണയാത്ര നമുക്ക് ക്ഷീണമാവുമോ? അംബിക മനസ്സിൽ പുറൂർക്കുക. എല്ലാ മണ്ഡലങ്ങളിലെ റെസ്പോൺസ് എങ്ങനെയാണെന്ന് രാജു പറയും. ആ മരമണ്ടൻ പ്രതാപൻ അങ്ങനെ പറഞ്ഞപ്പോൾ അതിനേക്കാളും മരമണ്ടൻ രാജു പറയാം, റെസ്പോൺസൊക്കെ ഞാനിപ്പോൾ വായിക്കാം. അംബികയുടെ മുന്നിലിരുന്നാണ് വായിക്കുന്നത്. നമ്മൾ പോയ മിക്ക മണ്ഡലങ്ങളിലും ആളുകൾ വളരെ ആവേശത്തോടെ നമ്മളെ സ്വീകരിച്ചു. പ്രത്യേകിച്ചും ഗ്രാമപ്രദേശങ്ങളിൽ ആളുകളൊക്കെ നമ്മളെ കാണാൻ കാത്തിരുന്ന പോലെയുള്ളൊരു വികാരമായിരുന്നു. യുവജനങ്ങളിൽ നല്ല പോസിറ്റീവ് തരംഗങ്ങളാണ്. ജോലി, വികസനം തുടങ്ങിയ നമ്മുടെ വാഗ്ദാനങ്ങൾ അവർക്ക് വലിയ ഇഷ്ടമായി. പക്ഷേ ചില മേഖലകളിൽ, പ്രത്യേകിച്ച് നഗരമേഖലകളിൽ ഇപ്പോഴും കുറച്ച് സംശയങ്ങളുണ്ട്. പ്രത്യേകിച്ച് നടപ്പാക്കാത്ത പഴയ വാഗ്ദാനങ്ങളെക്കുറിച്ച് ജനങ്ങൾ ചോദിക്കുന്നുണ്ട്. എന്തായാലും ജനങ്ങളുടെ മനസ്സ് നമ്മുടെ കൂടെയാ. എല്ലായിടത്തും ഒരേ കാര്യം, ഒരേ ആവേശം, മാറ്റത്തിനുള്ള ആവേശം. അംബിക ഇങ്ങനെ കോഫി കുടിക്കുന്നെങ്കിൽ ആ കോഫി എടുത്ത് രാജുവിൻ്റെ തലവഴി ഒഴിക്കണമെന്നൊക്കെ അവർക്ക് തോന്നുന്നുണ്ട്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഈ ജാഥ നമുക്ക് ഒരുപാട് വിജയസാധ്യത തന്നിട്ടുണ്ട്.
ഇപ്പോൾ ഈ നടന്നത് നമ്മൾ നന്നായിട്ട് ഉപയോഗിച്ചാൽ നമ്മൾ കുറഞ്ഞത് 100-ലധികം സീറ്റുകളോടെ ജയിച്ച് കയറും. അമ്പയ്ക്ക് കോഫി തുപ്പണോ ഛർദ്ദിക്കണോ എന്നൊന്നും അറിയില്ല. ദൈവമേ, ഇവന്മാരെങ്ങാനും ജയിക്കുമോ? എൻ്റെ മോൻ ദീപക്കിൻ്റെ കാര്യം കുഴപ്പത്തിലെങ്ങാനും ആവുമോ? അംബിക സങ്കടത്തോടെ ഇങ്ങനെ ഇരിക്കുന്നത് ഋതിക കാണുന്നുണ്ട്. ഋതിക ഇങ്ങനെ അംബികയെ തന്നെ നോക്കുമ്പോൾ പെട്ടെന്ന് അംബിക മുഖം മാറ്റി ചിരിച്ചോണ്ട്, ദൈവമേ, ഒരു 100 സീറ്റെങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു. എല്ലാം നല്ലതുപോലെ അറിയാവുന്ന ബുദ്ധിജീവികളായ ഋതികയും രാജുവും ശേഖരനും പരസ്പരം നോക്കി ചിരിക്കുന്നുണ്ട്. പക്ഷേ കാണിക്കുന്ന മഹാവിഡ്ഢിത്തരവും മണ്ടത്തരമാണ് ഇവര് മനസ്സിലാക്കുന്നില്ലല്ലോ. രാധമ്മ ഭഗവാനെ വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കുക. എൻ്റെ ഭഗവാനെ കൃഷ്ണ, ഞങ്ങളെല്ലാം ഭഗവാനോട് പ്രാർത്ഥിക്കുവാണേ. ഭൂമിയിൽ നന്മയും നീതിയും നടപ്പിലാക്കാൻ വേണ്ടിയല്ലേ അവിടുന്ന് ഭഗവാനെ അവതരിച്ചത്? അതെല്ലാം നടത്തിത്തരണേ, ഞങ്ങളെ കാത്തോണേ. നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന വർമ്മ സാറിനെ കാത്തോണേ. സാർ ഇത്തവണയും ജയിച്ചു വരണേ. ആ ദുഷ്ടപ്പിശാശ് കൊച്ചമ്മണി അങ്ങോട്ട് വന്നിട്ട് രാധമ്മയോട് പറയാം, വെറും കൈയോടെ വന്ന് ദൈവത്തിൻ്റെ മുന്നിൽ നിന്ന് ഇങ്ങനെയൊന്നും പ്രാർത്ഥിക്കരുത്. എന്തെങ്കിലുമൊക്കെ ദൈവത്തിന് കൊടുക്കണം. കാശ് കൊടുക്കാൻ പിശുക്കുള്ളവർ കുറച്ച് പൂവെങ്കിലും ദൈവത്തിന് കൊടുക്കണം. അല്ല, പൂവും മറ്റുമൊക്കെ കൊടുക്കുന്നത് നല്ലതാ, പക്ഷെ ദൈവത്തിന് കാശെന്തിനാ? വേണുവേട്ടൻ അങ്ങോട്ട് വന്ന് ചോദിക്കുക. ഈ ലോകം മുഴുവൻ സൃഷ്ടിച്ച ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഉടമസ്ഥനായ ദൈവത്തിന് കാശ് എന്തിനാണെന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. വേണുവാശാനെ, ഇതിൻ്റെ മറുപടി ഞാൻ ഭഗവാനോടൊന്ന് പ്രാർത്ഥിച്ചിട്ട് പറയാവേ. ഭഗവാനെ, എന്നെ കാത്തുരക്ഷിച്ചോണേ. ഈ തെരഞ്ഞെടുപ്പ് കാലം ഒരു ചാകരക്കാലമാണ്. ഈ ചാകരക്കാലത്തിൽ എന്നെ കൂടെ രക്ഷിക്കണേ. ഈ ഇലക്ഷൻ കഴിയുമ്പോഴേക്കും എന്നെ ഒരു വലിയ കാശുകാരിയാക്കി മാറ്റണേ. നാട്ടുകാരെല്ലാവരും എന്നെ കൊച്ചമ്മണി മുതലാളി എന്ന് വിളിക്കാനുള്ള ഇടവരുത്തണേ ഭഗവാനെ. വേണുവേട്ടന് ചായ തരട്ടെ? അയ്യോ എൻ്റെ രാധമ്മേ, എനിക്ക് ചായയും വേണ്ട കോഫിയും വേണ്ട. നീ ഇനിയെങ്കിലും ഒന്ന് സമാധാനമായിട്ട് ഇരിക്കുന്ന കണ്ടാൽ മതി. വേണുവാശാനെ, ദൈവങ്ങൾക്ക് കാശ് വേണമെന്ന് ചോദിച്ചില്ലേ? അതെ, ചോദിച്ച്. ദൈവങ്ങൾക്ക് കാശ് വേണം, ചില ദൈവങ്ങൾക്ക് കള്ളും വേണം. ഇതിനു മുമ്പ് അങ്ങനെ ഒരു ദൈവത്തെക്കുറിച്ച് ഞങ്ങൾ കേട്ടിട്ടില്ലല്ലോ. എന്നാലേ ഇത് അത്രയ്ക്ക് പ്രശസ്തി ആർജിച്ച ഒരു ദൈവമാണ്. എൻ്റെ മൂർത്തി ശിങ്കിടി മുണ്ടൻ. ഞാനൊന്ന് കണ്ണടച്ച് പ്രാർത്ഥിച്ചാൽ മതി, ആ സെക്കൻഡിൽ ഭഗവാൻ എൻ്റെ മുന്നിൽ വരും. എൻ്റെ കല്യാണം കഴിഞ്ഞൊരു 3-4 മാസം കഴിഞ്ഞിട്ടാണെന്ന് തോന്നുന്നു. എൻ്റെ ശരീരത്തിലൊരു പ്രേതം കൂടി. വെട്ടിത്തൂങ്ങിച്ചത്ത ഒരു ആനക്കാരൻ്റെ പ്രേതമാണ് കൂടിയത്. ദൈവമേ, ഇതൊക്കെ കേട്ടോണ്ട് നിൽക്കുന്ന രാധമ്മയും വേണുവേട്ടനെ എന്തുകൊണ്ട് അടിക്കണം? പ്രേതബാധ എൻ്റെ ശരീരത്തുനിന്ന് പോകുന്നവരെ എൻ്റെ ഭർത്താവ് വാരിജാക്ഷൻ പിള്ളയായിരുന്നു അന്നത്തെ എൻ്റെ ആന. ഞാൻ ആ ആനയുടെ പാപ്പാനും. അയ്യോ എൻ്റെ ദൈവമേ, അങ്ങേരുടെ പരിപ്പിളക്കി കാണുമല്ലോ. അങ്ങനെ വാരിജാക്ഷൻ പിള്ള ആനയാണെന്ന് കരുതി ഞാൻ ചങ്ങലക്കിടുകയോ ഒത്തിരി തല്ലുകയൊക്കെ ചെയ്തു. ഓലമടലൊക്കെ തീറ്റിക്കാനും ഞാനൊരു ശ്രമമൊക്കെ നടത്തി നോക്കി. അയ്യോ, ആ പാവം പിന്നെ എങ്ങനെ രക്ഷപ്പെട്ടു? ആ ശിങ്കിടിമുണ്ടൻ വന്ന് എൻ്റെ ദേഹത്തുനിന്ന് ആനക്കാരൻ പാപ്പാനെ അടർത്തി മാറ്റി. അപ്പോൾ ജയൻ ഒരു പെട്ടി എന്തോ ഒരു ചാക്ക് വെച്ച് പൊതിഞ്ഞിങ്ങനെ വരുക. അത് കൊച്ചമണി കാണുന്നു. അല്ല, ഇവനെന്താ രാഷ്ട്രീയം വീട്ടിൽ തവള പിടിക്കാൻ പോവാണോ? അതെന്താണെന്ന് കൊച്ചമണിക്ക് ഉടനെ അറിയണം. പെട്ടെന്നൊരു നാടകം. എനിക്ക് ഒരു വല്ലാത്ത ഉഷ്ണം. ഞാനൊന്ന് കാറ്റ് കൊണ്ടിട്ട് വരട്ടെ. ജയൻ ആ ചാക്കം വലിച്ചിട്ട് റൂമിലോട്ട് വരുക. പ്രിയ അവിടെ ഉണ്ട്. നിങ്ങൾ എന്തേ കാണിക്കുന്നത്? ലോഡിങ് ആൻഡ് അൺലോഡിങ്ങിന്റെ പണി തുടങ്ങിയോ? ഡി പ്രിയ, നീ അങ്ങോട്ട് ചെന്ന് പെട്ടെന്ന് ആ വാതിലങ്ങോട്ട് അടക്കി. ജയൻ ആ ചാക്ക് തുറന്ന് അതിൻ്റെ ഒരു സൂട്ട് കേസ് ഇങ്ങോട്ട് എടുത്ത് തുറന്ന് കാണിക്കും. അത് നിറയെ നോട്ട് കെട്ടുകൾ. പ്രിയേ, നീ ഇങ്ങോട്ട് കണ്ടോ? പ്രിയയാണെങ്കിൽ അന്തം വിട്ട് കുന്തം വിഴിഞ്ഞ പോലെ ഇങ്ങനെ വായും തുറന്ന് നിൽക്കുക. ഏട്ടാന്നും വിളിച്ച് പ്രിയ തൻ്റെ ബോധം കെടാൻ പോവുക. എടീ പ്രിയേ, പ്രിയേ എന്ന് പറഞ്ഞ് ജയൻ ഉണർത്തുന്നുണ്ട്. പ്രിയെ, ജയേട്ടാ, നമ്മൾ റിച്ച് ആകാൻ പോവാണോ? ആ സമയത്ത് കൊച്ചമണി ആ ഡോറിൻ്റെ പുറകെ വന്ന് നിന്ന് ചെവിയും പിടിച്ച് കേൾക്കുന്നുണ്ട്. എൻ്റെ പ്രിയെ, ഈ ഇലക്ഷൻ കഴിയുന്നതോടെ നമ്മൾ കോടീശ്വരരാകും. ജേട്ടാ, അങ്ങനെയാണെങ്കിൽ ഈ ഇലക്ഷൻ കഴിയുന്നതോടെ നമുക്ക് ഇവിടം വിട്ടങ്ങ് പോകണം. എങ്ങോട്ട് പോകാനാ പ്രിയ? ചേട്ടാ, ഈ കാശും കൊണ്ടുപോയി ഇംഗ്ലണ്ടിലോ മറ്റോ പോയി ഒരു കൊട്ടാരം വെക്കണം. എന്നിട്ട് അവിടെ നമുക്ക് അടിച്ച് പൊളിച്ച് ജീവിക്കണം. ശരിയാടി പ്രിയെ, സായിപ്പിനെയും മദാമയെ പോലെ. കൊച്ചമ്മണി അവിടെ നിന്ന് കേട്ടതൊക്കെ ചിരിക്കുവാണ്. അങ്ങനെ എന്തായാലും നിങ്ങളുടെ തള്ളയുടെ ശല്യം എന്നേക്കുമായിട്ട് അങ്ങ് ഒഴിയുമല്ലോ. ആഹാ, എന്നാ ഞാൻ ശരിയാക്കി തരാവടി എന്നും പറഞ്ഞ് കൊച്ചമ്മണി ആ ഡോറിന് തട്ടുക. ആ കിളവിയാ പ്രിയെ, എളുപ്പം ചാക്കും പെട്ടി ഇവിടുന്ന് മാറ്റണം. ജയൻ പെട്ടെന്ന് കട്ടിലിനടിയിലോട്ട് ആ പെട്ടിയും ചാക്കൊക്കെ മാറ്റിയിട്ട് വന്ന് ഡോറ് തുറക്കുക. കൊച്ചമ്മണിയെ കണ്ടിട്ട്, അല്ല, ഇതാരാ, അമ്മയോ? ലോക തരികടയായ കൊച്ചമ്മണിയോടാ വേല. അല്ലടാ, നിന്റെ അമ്മയുടെ അച്ഛൻ തൊമ്മച്ചൻ. എന്നാണ് റിച്ചാർഡ് സാഹിബും മങ്കി മദാമയും കൂടെ ഇംഗ്ലണ്ടിന് പോകുന്നത്? അത് ശരി തള്ളേ, നിങ്ങളെല്ലാം ഒളിഞ്ഞു നിന്ന് കേൾക്കുമായിരുന്നല്ലേ? എല്ലാം കേട്ടടി. എന്നെ ഒഴിവാക്കാൻ തീരുമാനിച്ചതും ഞാൻ കേട്ടു. നീയൊക്കെ ഇംഗ്ലണ്ടിലല്ല അമേരിക്ക പോയി ഒളിച്ചാലും ഞാൻ നിങ്ങളെയൊക്കെ കൂടെ തന്നെ ഉണ്ടാവും. നിന്റെയൊക്കെ കാലനായിട്ട്. അല്ലടാ ജയ, ഇപ്പൊ കൊണ്ടുവന്ന ഒരു ചാക്ക് കാശ് എങ്ങോട്ട് മുക്കിയടാ? ദാണ്ട തള്ളേ, എൻ്റെ കാര്യത്തിൽ കൈയിടല്ലേ. നിങ്ങളെ അവരെയാക്കി ഞാൻ വാങ്ങിച്ചു തന്നില്ലേ 10 ലക്ഷം രൂപ. എടാ, അവസരം എപ്പോഴും ഒത്തുവരില്ല. കാശുണ്ടാക്കാൻ പറ്റിയ സമയമായത്. അത് ശരിക്കും മുതലെടുക്കണം. എന്നെയും കൂടെ കൂട്ടിക്കോ, വേലയൊക്കെ ഞാൻ പറഞ്ഞു തരാം. പ്രിയ ദേഷ്യത്തോടെ, ജേട്ടൻ ഇങ്ങോട്ട് വന്നേ എന്നും പറഞ്ഞാൽ ഡോർ അങ്ങ് കുറ്റിയിട്ട്. അനന്തനും ദീപക്കൂടെ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുക. ദീപക്ക് പറയാം, അവള് വരുന്ന ലക്ഷണമൊന്നും കാണുന്നില്ലല്ലോ. അവള് വരുവടാ ദീപക്കെ, നിന്റെ അച്ഛനല്ലല്ലോ അവളുടെ അച്ഛൻ. അവള് പ്രതാപവർമ്മയുടെ മകളാ. അവള് വാക്ക് പറഞ്ഞാൽ അത് പാലിച്ചിരിക്കും.
അപ്പോൾ ദാണ്ട ഋതിക അങ്ങോട്ട് വരുന്നുണ്ട്. എന്തോ ആലോചിച്ച് ഉറപ്പിച്ച രീതിക്കാണ് ഋതികയുടെ വരവ് വന്നിപ്പം. അപ്പോൾ ഫ്രണ്ട്സ്, എന്തായിരിക്കും ഋതിക ആലോചിച്ച് വന്നിരിക്കുന്നത്? എന്തായിരിക്കും അനന്തൻപിള്ളയോടും ദീപക്കിനോടും സംസാരിക്കാനുള്ളത്? അതിബുദ്ധി ചമഞ്ഞ് ഓവർ കോൺഫിഡൻസിൽ വല്ല വിഡ്ഢിത്തരവും ഇനി ഋതിക കാണിക്കുമോ? കാരണം എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യുന്നത് അംബികയും കൂടെ ഇരുത്തിക്കൊണ്ടാണ്. അംബിക അതൊക്കെ അനന്തൻപിള്ളയ്ക്കും ദീപക്കിനും ചോർത്തി കൊടുക്കുമെന്ന് അറിയാത്തത് കൊണ്ടാണോ അതോ ഒരുപക്ഷെ അറിയിക്കട്ടെന്ന് കരുതിയാണോ എന്നുള്ളതൊക്കെ നമുക്കിനി അടുത്ത റിവ്യൂവിൽ പറയാം. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.